കർഷകർക്കും കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്കും ഏറെ പ്രിയപ്പെട്ടതാകുകയാണ് വയനാട് പുൽപ്പള്ളി കബനി നദിക്കരയിലെ ഗോപികയുടെ കൃഷിയിടം. നെൽകൃഷി, മത്സ്യകൃഷി, പഴവർഗ്ഗം അങ്ങനെ 1/2 ഏക്കറിലാണ് ഗോപിക കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ നെൽകൃഷിയുടെ വിളവെടുപ്പിന്റെ തിരക്കിലാണ് ഗോപിക. എറണാകുളം സ്വദേശിയായ ഗോപിക കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് 5 സ്റ്റാർ ഹോട്ടലിലെ ജോലി ഉപേക്ഷിച്ച് വയനാട്ടിലേക്ക് എത്തിയത്. സ്വന്തമായി വാങ്ങിയ 1/2 ഏക്കർ സ്ഥലത്താണ് ഗോപികയുടെ കൃഷി. 3.5 ഏക്കറിൽ നെൽകൃഷിയാണ്. പൊന്മണി ഇനത്തിൽപ്പെട്ട നെല്ലാണ് കൃഷി ചെയ്തിട്ടുള്ളത്. അതിന്റെ വിളവെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നഞ്ചയും പുഞ്ചയും കൃഷി ചെയ്യുന്നുവെന്നാണ് ഗോപികയുടെ പാടത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഞാൻ ശരിക്കും എറണാകുളം സെറ്റിൽഡാണ്. പിന്നെ കൃഷിയോടുള്ള ഇഷ്ടം കാരണം ഇവിടെ വയനാട് വന്ന് സ്ഥലം മേടിച്ചതാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം ഇപ്പം ഇന്ന് കൊയ്ത്താണ്. ഞങ്ങൾ കൊല്ലത്തിൽ 2 പ്രാവശ്യം കൃഷി ഇറക്കുന്നവരാണ്. നമ്മൾ തന്നെ ഊണ് കംപ്ലീറ്റ് ജൈവവനമായിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചോറ് തന്നെയാണ് നമ്മൾ കഴിക്കുന്നതും. പിന്നെ ഇന്ന് കൊയ്ത്താണ് ഇപ്രാവശ്യം ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു പുതിയ പരീക്ഷണമാണ്. പൊന്മണി വിത്താണ് ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു കുളമുണ്ട്, ഒരു 38 സെൻസിൽ കുളമുണ്ട്. അവിടെ മീൻ വളർത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ആടുകളുണ്ട്, പിന്നെ കോഴികളുണ്ട്. 3 ഏക്കർ കരയിടത്തിൽ ഫലവൃക്ഷങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു കൃഷി. ബട്ടർ ഫ്രൂട്ട്, കിവി, സ്ട്രോബെറി, ചെറി, മാതള നാരങ്ങ, ഓറഞ്ച്, ബ്ലാക്ക്ബെറി, ഫിഗ്, ലിച്ചി, പാഷൻ ഫ്രൂട്ട്, സപ്പോട്ട, ഡ്രാഗൺ ഫ്രൂട്ട്, പപ്പായ ഇങ്ങനെ നീളുന്നു ഈ കൃഷിയിടത്തിലെ ഫലവൃക്ഷങ്ങൾ. 10ലേറെ ഇനത്തിൽപ്പെട്ട തെങ്ങുകളും ഈ കൃഷിയിടത്തിലുണ്ട്. സ്ട്രോബെറി, ഗോവ, അതേപോലെ അവക്കാഡോ ആൻഡ് റംബൂട്ടാൻ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ തെങ്ങിൻ തൈകൾ കുറേ വെച്ചിട്ടുണ്ട്. പിന്നെ കാസർഗോഡ് എൻറ്റർമംഗള അത് തൈ വെച്ചിട്ടുണ്ട്, കുറേ കവുങ്ങ്. പിന്നെ തേനീച്ച, ഒരു ഭാഗത്തായിട്ട് തേനീച്ച നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ബാംബൂസ്, അത് ഗവേഷണ കേന്ദ്രത്തിൽ തന്നെ നേരിട്ട് കൊണ്ടുവന്നതാണ്. പലതരം ബാംബൂസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ അതിനോട് ഇഷ്ടം കാരണം ഹസ്ബൻഡ് ഇതുപോലെ തന്നെ നേരിട്ട് പോയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്തിട്ടുള്ളതാണ്. ഗോപികയ്ക്ക് പിന്തുണയുമായി ഭർത്താവും ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ എഞ്ചിനീയറുമായ സന്തോഷ് കുമാർ കൂടി എത്തിയതോടെ കൃഷിയുടെ രീതി തന്നെ മാറി. കൃഷിയിടത്തിൽ ജംനാപ്യാരി ഇനത്തിൽപ്പെട്ട ആടുകളും വിവിധയിനം മുട്ടക്കോഴികളും വളർത്താൻ തുടങ്ങി. ഇതിനിടയിൽ പാടത്തിനും കരഭൂമിക്കും ഇടയിലെ വലിയ കുളത്തിൽ മീൻ വളർത്താനും തുടങ്ങി. മാധവൻ സന്തോഷ്, ലക്ഷ്മി സന്തോഷ് എന്നിവരാണ് ഗോപികയുടെ മക്കൾ. എല്ലാവരുടെയും പിന്തുണയാണ് കൃഷിയിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് ഗോപിക പറയുന്നത്.